നമസ്കാരം. നമ്മളുടെ കുഞ്ഞു നിറങ്ങളുടെ അത്ഭുത പ്രകടനങ്ങൾ കാണാൻ നിങ്ങൾ റെഡിയല്ലേ? സുന്ദരിക്കുട്ടി സീസൺ 5 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ട്രിവാൻഡ്രത്ത് നിന്നാണ് സുന്ദരിക്കുട്ടി പട്ടം നേടാനായിട്ട് അടുത്ത മത്സരാർത്ഥി എത്തുന്നത്. വളരെ സുന്ദരി മണിയായിട്ടുള്ള ആ കുഞ്ഞിക്കുട്ടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനാമിക. അനാമിക കുട്ടി. ഹായ് അനാമിക. ഞാൻ ഹായ് പറയുന്നതിന് മുമ്പേ എനിക്ക് ഹായ് ഒക്കെ തന്നല്ലേ? അനാമിക സ്മാർട്ടാണോ അനാമിക? ആണോ? ഓക്കെ. എന്താ ഈ സ്മാർട്ട്നെസ്സിന് പിന്നിലുള്ള രഹസ്യം ഒന്ന് കേൾക്കട്ടെ, മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ നമുക്ക്. അതെനിക്ക് ഫസ്റ്റ് ഒരു പേടി കാണും. അപ്പം അമ്മേരെ കൈ പിടിക്കുക, അപ്പം അമ്മ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പം എനിക്ക് സമാധാനം. അപ്പം അമ്മയാണ് സ്മാർട്ട്നെസ്സിന് പിന്നിലെ രഹസ്യം. ഓക്കെ. അപ്പം എല്ലാ കുട്ടികളോടും നമുക്കത് പറഞ്ഞു കൊടുക്കാം അല്ലേ? അമ്മയുടെ കയ്യിൽ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഓക്കെ. നമ്മുടെ ആദ്യത്തെ റൗണ്ട് പോവാം. അമ്മയുടെ കൈ പിടിച്ചിട്ടാണോ ആദ്യത്തെ റൗണ്ട് പോകാൻ പോകുന്നത്? ആണല്ലേ? ഓക്കെ. അമ്മേനെ നടക്കുന്നുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാ നടക്കുക. കൈ പിടിച്ചിട്ട് ഓടി വന്നിട്ട് നടക്കും അല്ലേ? ഓക്കെ എടാ. അപ്പോൾ നമുക്ക് അനാമിക കുട്ടിയുടെ ആദ്യ റൗണ്ട് ആയിട്ടുള്ള ട്രഡീഷണൽ റാമ്പ് വാക്ക് കാണാം. അനാമിക ആദ്യം തന്നെ ജഡ്ജസിനൊരു ഹായ് ഒക്കെ പറഞ്ഞല്ലേ? ജഡ്ജസിനാണോ പ്രേക്ഷകർക്കാണോ ഹായ് പറഞ്ഞേ? എല്ലാവർക്കുമായിട്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു. ദെൻ എങ്ങനെയുണ്ടായിരുന്നു റാമ്പ് വാക്ക് ഒക്കെ? ഫസ്റ്റ് ടൈം അല്ലേ റാമ്പ് വാക്ക് ചെയ്യുന്നത്? അപ്പം എന്ത് തോന്നി റാമ്പ് വാക്ക് ചെയ്തപ്പോൾ? കൊള്ളാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? അന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷനും കൂടി പറഞ്ഞാലോ? അതും കൂടി കൊള്ളാമെന്ന് നോക്കാം അല്ലേ? കൊള്ളും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനാമിക കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. ഹായ്, എൻ്റെ പേര് അനാമിക. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയുമാണുള്ളത്. അച്ഛൻ മകേഷ് വിദേശത്താണ്, അമ്മ നിമിഷ വീട്ടമ്മയാണ്. ഞാൻ ഗവൺമെൻറ് UPS കുന്നത്തുകാൽ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുന്നു. ഡാൻസ് പാട്ട് എൻ്റെ ഹോബീസാണ്. സുന്ദരിക്കുട്ടി ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ നന്ദി. താങ്ക് യു. ഓക്കെ. അത് ഒരു ചെറിയ വലിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആൻമരിയ മാം ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് ചോദിച്ചാലോ? മാം എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിയുടെ പെർഫോമൻസ്? അനാമിക കുട്ടി എന്തോ ആദ്യമായിട്ടാണോ റാമ്പ് വാക്കൊക്കെ ചെയ്യുന്നത്? എന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ് ഒക്കെ നന്നായി, കളർ കോഡും ഡ്രസ്സെല്ലാം നന്നായിട്ടുണ്ട്. ആരുടെ സെലക്ഷനാ? അമ്മേരെയും വലിയമ്മയുടെയും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള റൗണ്ടുകളിൽ ഇതുപോലെ തന്നെ നന്നായിട്ട്, ഇതിലും നന്നായിട്ട്. ഇനി അടുത്ത ഡാൻസ് അല്ലേ? ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഡാൻസ് നന്നായിട്ട് ചെയ്യണം. ഇനിയുള്ള റൗണ്ടുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം, ഇതിലും കൂടുതലായിട്ട് കേട്ടോ. ഇപ്പം ചെയ്തത് നന്നായിരുന്നു, ഇതിലും ബെറ്റർ ആക്കണം. ഓൾ ദി ബെസ്റ്റ് മോളു. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഡാൻസൊക്കെ ഇഷ്ടമുള്ള അനാമിക കുട്ടിയാണ്. അടുത്ത റൗണ്ട് മിന്നിക്കും എങ്കിലും നേരെ ആ റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ. അപ്പം നമുക്ക് അനാമിക കുട്ടിയുടെ ഒരു മിന്നിക്കുന്ന ഡാൻസ് റൗണ്ട് ഇട്ട് തിരികെ വരാം. ठुमक ठुमक जब हिट छे तू पहाड़ी बटोमा,
छम छमे पायल घुंघरू बजन त्यारे खुटमा ठुमक ठुमक जब हिट छ तू पहाड़ी बाटोमा छम छमा पायल घुंघरू बजन त्यारे खुटमा लाल त्यार कंगन हाथ में चूड़ी छनहरा लाल त्यार कंगन हाथ में चूड़ी छनहरा चुनरी तेरी आए हाय चुनरी तेरी चमकनी गुलाबी शरारा अरे चुनरी तेरी चमकनी गुलाबी शरारा 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 गुलाबी शरारा गुलाबी शरारा भली शिड़ाई भली कड़ाई खुद में त्यारा चपकना भली झूली रा दी डोरों की सुट पचारा लटकना हाँ भली शिड़ाई भली कड़ाई खुद में त्यारा चपकना भली झूली रा दी डोरों की सुट पचारा लटकना एक जोड़ी में खर्च त्यारा 4,000 एक जोड़ी में खर्च त्यारा 4,000 अरे चुनरी तेरी आए हाय चुनरी तेरी चमकनी गुलाबी शरारा चुनरी तेरी चमकनी गुलाबी शरारा चुनरी तेरी चमकनी गुलाबी शरारा अरे झम लागे मेरी सुआ रंगीली दबारा झम लागे मेरी सुआ रंगीली दबारा अरे चुनरी तेरी आए हाय चुनरी तेरी चमकनी गुलाबी शरारा अरे चुनरी तेरी चमकनी गुलाबी शरारा 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 അനാമിക കുട്ടി ഭയങ്കര ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നല്ലോ. നല്ല രസത്തിൽ നല്ല എനർജിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര ആസ്വദിച്ചല്ലേ കളിച്ചത്? ആ തോന്നി, അത് ആ സ്മൈലൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് എന്താ അനാമിക കുട്ടിയുടെ പെർഫോമൻസ്? അടുത്ത് റീൽസ് കാണണോ അല്ലേ? അപ്പോൾ അഭിനയിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഡാൻസ് പവർഫുൾ ആയിരുന്നു. ഇനി ഡാൻസിന് പുറമെ എന്ത് കാണണം? റീൽസ് കാണണം. അപ്പൊ അതൊന്ന് കണ്ടാലോ? നമുക്ക് പ്ലേ ചെയ്യാൻ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അനാമികയുടെ റീൽസ് കാണാം. സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ കത്തി കാച്ചണത്? അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെ വരണ്ടല്ലോ എന്ന് കരുതി. അത് അയ്യോ, പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചായടി കൊണ്ട് വന്നോണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരിലീൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോളെ. ആ ചെക്കൻ പിന്നാലെ വന്നിട്ട് ഞാനെന്ത് ചെയ്യണോ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഏറ്റവും വീക്ക് വീക്കേണ്ടല്ലോ. ഒട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. നിന്നെ കണ്ടോളാടി. പോടെ. എന്ത് തോന്നുന്നു ഇപ്പോ? കൊള്ളായിരുന്നു എന്ന് തോന്നുന്നല്ലേ? അന്ന് കൺഫേം ചെയ്യണ്ടേ? നമുക്ക് സലാം ബാബു സാറിനോട് ചോദിക്കാം. സാർ, എങ്ങനെയുണ്ടായിരുന്നു അനാമികയുടെ പെർഫോമൻസ്? മോളെ, ഡാൻസ് എനിക്ക് ഇഷ്ടമായി. നല്ല സ്റ്റെപ്സ് ആയിരുന്നു. പിന്നെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്രേസ്, ഒരു ഫേസിലുള്ള ഒരു എക്സ്പ്രസീവ് ചിരിച്ചു തന്നെയാണ് മോള് കളിച്ചത്. പക്ഷെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡാൻസിൽ എന്തെങ്കിലും പെട്ടെന്ന് പഠിച്ചതാണോ? അത് ഫീൽ ചെയ്തു അല്ലേ? തോന്നിയോ? അങ്ങനെ തോന്നിയോ? കുറച്ചും കൂടെ നന്നാക്കാരെന്ന് തോന്നി അല്ലേ? നല്ല സ്റ്റെപ്സ് ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ നമുക്കത് ഇൻവോൾവ് ചെയ്യാത്തതിൻ്റെ ഒരു ഫീൽ വന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോൾ ഇനി അത് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടോ പറയുന്നത്. ഓക്കെ, പിന്നെ റീൽസ് ഗംഭീരമായിരുന്നു. റീൽസ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ സീനാണ്. മലയാള സിനിമയിൽ തന്നെ കന്മദം എന്ന സിനിമയിലെ മഞ്ജു വാര്യർ ചെയ്ത ഒരു ഗംഭീര റോളാണ്. അത് ഒരു ഷാർപ്പായിട്ട് ചെയ്യേണ്ട ഒരു റോളാണ് ചെയ്തത്. മോൾക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇനിയും അതിനും മേലെ ചെയ്യുന്ന, കാരണം മഞ്ജു വാര്യരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണത്. അത് എടുക്കാൻ കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. അത് ചെയ്തത് നന്നായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരു എഫേർട്ട് എന്നുള്ള രീതിയിലെല്ലാം പെർഫെക്റ്റ് ആണ്. ഞങ്ങളെല്ലാം നല്ല മാർക്കുകൾ തരുന്നുണ്ട്. കാരണം ഒരു ശ്രമമാണത് കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത സ്റ്റെപ്പുകളിലെല്ലാം നന്നായിട്ട് ചെയ്യുക.
കോൺഫിഡൻറ്റോടെ ചെയ്യുക കേട്ടോ. കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ? അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. പറ്റും, മോൾക്ക് പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. അനാമിക്കുട്ടി, കുട്ടി കുട്ടി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നല്ലേ? കുട്ടി കുട്ടി ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് അല്ലേ? അതിപ്പോൾ അടുത്ത റൗണ്ടിൽ അതിൽ ബെറ്റർ ആക്കി കൊണ്ടുവരണം. റെഡി അല്ലേ? അപ്പോൾ അടുത്ത റൗണ്ട് വെസ്റ്റേൺ റാമ്പ് വോക്കാണ്. അപ്പോൾ അവിടെ ഈ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവോ? ഇല്ല. അപ്പം നമുക്ക് നേരെ ആ റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം നമുക്ക് അനാമികയുടെ വെസ്റ്റേൺ റാമ്പ് വോക്കാണ്. അനാമിക, ഓക്കെ അനാമിക ഭയങ്കര സുന്ദരിയായിട്ട് സിമ്പിൾ ഗൗണിൽ പക്ഷേ ഒരു റെയിൻബോ അല്ലേ, റെയിൻബോ ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഗൗണാണ് അല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല ഹെയർ സ്റ്റൈലൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ആരാ ചോദിക്കുന്നേ? പൂജ മാമിനോട് ചോദിക്കാം. മാം, മോൾക്കൊരു ചോദ്യം കൊടുക്കാമോ? അനാമിക, എന്തോ? ഐലൻഡ് ഒക്കെ ഇഷ്ടമാണോ? ആ. ഏതെങ്കിലും ഐലൻഡിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മോൾക്ക് ഏത് ഐലൻഡിൽ പോകാനായിരിക്കും മോൾ ചൂസ് ചെയ്യുക? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് അത്ര ഇഷ്ടമാണോ? ആ. വൈ? നല്ല മനോഹരമായ സ്ഥലമാണ്. ആഹാ, ഓക്കെ. നല്ല രസമുണ്ട് കേട്ടോ ഔട്ട്ഫിറ്റ് കാണാൻ. താങ്ക് യു. യു ലുക്ക് സോ പ്രിറ്റി. നല്ല ചിരിയാണ്. ഫേസ്റ്റിലേക്കാളും ലാസ്റ്റിലേക്ക് ഈ ഫൈനൽ റൗണ്ടിലുള്ള വാക്ക് നല്ല രസമുണ്ടായിരുന്നു. കുറേ കൂടെ ബെറ്ററാക്കി ചെയ്തു. താങ്ക് യു. അങ്ങനെ അതേ ഒരു ഗ്രാഫ് പിടിച്ചിട്ട് പോവുക. യു വിൽ ബി ഇൻ ഹൈറ്റ്സ് ഫോർ ഷുവർ. ഗുഡ് ലക്ക്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അനാമിക കുട്ടി, മാം പറഞ്ഞതുപോലെ ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തട്ടെ. ഓക്കെ, ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ മോഡലിംഗ് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനി മോഡലാവുമല്ലോ, വലിയ മോഡലാവുമല്ലോ. ഓക്കെ, മോഡലാവണം. അതോടൊപ്പം ഒരു ആഗ്രഹം പറഞ്ഞില്ലേ? എന്താവാനാ പറഞ്ഞ ആഗ്രഹം? വലുതാവുമ്പോൾ എന്താവണം എന്നാ പറഞ്ഞേ? IPS ഓഫീസർ ആവണം. അപ്പോൾ IPS ഓഫീസറും മോഡലും ഒക്കെ ആവട്ടെ. ഓക്കെ, ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. ഇനി ഒരു ബ്രേക്കിനുള്ള ടൈമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ കളികളും ചിരികളും ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരുകയാണ്. ഇത് നിങ്ങളുടെ പ്രോഗ്രാം ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5. നിഷ്കളങ്കതയുടെ നിറകുടമായിട്ടുള്ള ഒരു മധുര പുഞ്ചിരിയോടുകൂടിയാണ് അടുത്ത മത്സരാർത്ഥി എത്തുന്നത്. ആ മധുരത്തിന് പിന്നിൽ കോഴിക്കോട് എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്നെത്തുന്നു കാർത്തിക കുട്ടി. കാർത്തിക, ഹായ് ചേച്ചി. കാർത്തിക കുട്ടി, ഞാൻ മധുരപ്പുഞ്ചിരി എന്നൊക്കെയാണ് അവരെ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞത്. പ്രേക്ഷകർ ആ മധുരപ്പുഞ്ചിരി കാണാനായിരിക്കില്ലേ ഇരിക്കുന്നേ? ചിരിക്കാതിരുന്നാൽ എങ്ങനെയാ? ഒന്ന് ചിരിച്ച് കാണിക്കാവോ ഞങ്ങളെ? അച്ചടാ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബേബിയാണ് കേട്ടോ. കോഴിക്കോടൊക്കെ പോവാറുണ്ടോ? യെസ്. എവിടെയാ പോകുന്നേ കോഴിക്കോട്? കോഴിക്കോട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബീച്ചിലൊക്കെ പോവാറുണ്ടോ? എനിക്ക് ബീച്ച് ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ അച്ഛന് കൊണ്ടുവരില്ല. അച്ഛൻ കൊണ്ടുപോയില്ലേ? അതെന്തു പറ്റി? എന്താ അച്ഛൻ കൊണ്ടുപോവാത്തേ? പേടിയാണോ അച്ഛന്? വെള്ളത്തിലിറങ്ങിയാൽ മോക്ക് എന്തെങ്കിലും പറ്റുമോന്ന് പേടിയാണോ? പേടിയൊന്നുമില്ല. പിന്നെന്താ കുസൃതി കാണിക്കുന്നുണ്ടോ? ഞാൻ ബീച്ചിൽ പോകുമ്പോൾ ഇടയ്ക്ക് എനിക്ക് എൻ്റെ അച്ഛനെ കുശുമ്പുണ്ട്. ഞാൻ പോകുമ്പോൾ അച്ഛന് കുശുമ്പാവും. അച്ഛൻ കുശുമ്പനാണോ? ആണല്ലേ. എന്തിനൊക്കെ അച്ഛൻ കുശുമ്പെടുക്കുക?
സ്വിമ്മിങ് പോവാൻ വിടില്ല. ചിലപ്പോൾ കൊണ്ടുവരും സ്വിമ്മിങ്ങില്. ആ സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോകും അല്ലേ? ഓക്കെ. ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല. ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല, സ്വിമ്മിങ്ങിനൊക്കെ കൊണ്ടുപോകും അല്ലേ? ഇനിയിപ്പോൾ റാമ്പ് വോക്ക് ചെയ്യുമ്പോൾ അച്ഛന് കുശുമ്പ് വരുമോ? അച്ഛന് റാമ്പ് വോക്ക് ചെയ്യാൻ വരുമോ? വരുമായിരിക്കും? ഇല്ല അല്ലേ? അതൊന്നും ഇല്ല അല്ലേ? അച്ഛനോട് ചോദിക്കണം കേട്ടോ, കുശുമ്പ് തോന്നിയോന്ന്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? യെസ്, റെഡി അല്ലേ? അടിപൊളിയായിട്ട് ചെയ്യില്ലേ? യെസ്. അപ്പം നമുക്ക് കാർത്തിക കുട്ടിയുടെ റാമ്പ് വോക്ക് കാണാം. കാർത്തിക ബേബി. ഹായ് കാർത്തിക. നല്ല രസമുണ്ട് കാണാൻ. എന്ത് രസമായിരുന്നു വോക്ക് ചെയ്യുന്ന കാണാൻ. താങ്ക് യു. ഓക്കെ, അവരൊക്കെ നമ്മുടെ ജഡ്ജസ് ഒക്കെ കണ്ടിട്ടുണ്ട് വോക്കൊക്കെ. അവർ മുഖത്തേക്കൊന്ന് നോക്കി, ചിരിക്കുവാണോ സീരിയസ് ആണോ? ചിരിക്കുവാണല്ലേ? ആ ഓക്കെ. അവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തിനാ? മോളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാൻ അവർ വെയിറ്റ് ചെയ്യുന്നേ. റെഡി ആണോ പറയാൻ? യെസ്. അപ്പോൾ ആ ഒരു ഊർജത്തിൽ പറയുമല്ലോ, ഇപ്പൊ പറഞ്ഞൊരു ഊർജത്തിൽ. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ കാർത്തിക കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് കാർത്തിക ജയ്. ഇഷ്ടമുള്ളവർ എന്നെ ചെല്ല എന്ന് വിളിക്കും. ഈ ഫെബ്രുവരിയിൽ എനിക്ക് 6 വയസ്സായി. എൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിൽ ആണ്. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ. എൻ്റെ വീട്ടിൽ 4 പേരാണ് ഉള്ളത്. ഞാനും ചേട്ടനും മമ്മയും അപ്പയും. എനിക്ക് ഡാൻസിങ്, കളറിങ്, സിംഗിങ്, മോഡലിംഗ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് വലുതാവുമ്പോൾ പീഡിയാട്രീഷ്യൻ ഡോക്ടർ, ആക്ട്രസ് ആവാനാണ് ആഗ്രഹം. 2 പ്രാവശ്യം ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്റ്റേഷൻ, ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിംഗ്, ഫാൻസി ഡ്രസ്, മലയാളം സ്റ്റോറി ടെല്ലിംഗ്, ഡാൻസ് തുടങ്ങിയവയിൽ നിരവധി സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാൻ ഇഷ്ടമാണ്. സുന്ദരിക്കുട്ടി സീസൺ 5-ൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി. ഓക്കെ. ഏതോ ഒരു 25 വയസ്സൊക്കെ ആയിട്ടുള്ള വലിയൊരു നടി നിന്നിട്ട് അവരുടെ പ്രൊഫൈൽ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്കെന്നൊക്കെ പറയുന്ന പോലെ. ഇത് നമുക്ക് കമൻറ്റ് ചോദിക്കണ്ടേ? സാറങ്ങ് സർപ്രൈസ്ഡ് ആയെന്ന് തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് സാറ്. ചോദിക്കാം നമുക്ക്. സലാം ബാബു സർ. കാർത്തിക്കുട്ടി, എന്തോന്ന് വിളി കേൾക്കൂ? യെസ് ആണല്ലേ, പോസിറ്റീവ് ആണല്ലേ മോള്? ഓക്കെ. ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നേ കാലിക്കറ്റിൽ നിന്ന്? ഞങ്ങളിവിടെ കുറേ ആളുകൾ ഉണ്ടാവും അറിയാലോ. കോഴിക്കോട് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ മോൾക്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഫ്രൈഡ് റൈസ് വേണ്ട, ഞങ്ങൾക്ക് അലുവ ഇഷ്ടം. കോഴിക്കോടൻ അലുവ കൊടുന്നുണ്ടോ? ഹൽവ കൊടുത്തിട്ടുണ്ടോ? കൊണ്ടുവന്നുണ്ടോ? കൊണ്ടുവന്നുണ്ടോ? അപ്പോൾ തരണോട്ടാ, പറ്റിക്കരുത്. ഹൽവ ഇത് കഴിഞ്ഞിട്ടാണ് തരുന്നത്. ഹൽവ തന്നിട്ട് ഞങ്ങൾ കൂടുതൽ മാർക്ക് ഇടുള്ളൂ. കൊടുക്കുമോ ഹൽവ? അപ്പോൾ മാർക്ക് ഞങ്ങൾ കുറച്ചിടും. എന്താ തരാത്ത? ഞങ്ങൾക്ക് എന്താ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾക്ക് എന്താ തരാത്ത? എന്നിട്ട് അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാന്ന് പറയൂ, മറുപടി പറയൂ. ഈ സെൽഫ് ഇൻട്രോയില് എന്തോ ഒരു ശരിക്കും ഓപ്പണപ്പായിട്ട് സംസാരിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് സൈലന്റ് ആയത് എന്താ? അൽവ തരണ്ട കേട്ടോ.
ടെൻഷൻ വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി മോളെ. കാരണം സെൽഫ് ഇൻട്രോ ഒക്കെ ഭയങ്കര ആദ്യമായിട്ടാണോ റാം വാക്ക് ചെയ്യുന്നത്? യെസ്, ആദ്യമായിട്ട് റാം വാക്ക് ചെയ്ത കുട്ടിയുടെ പോലെയൊന്നും അല്ല, നന്നായിട്ട് ചെയ്തു. സെൽഫ് ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിന്നങ്ങ് തുടങ്ങി ഒരു മഴ, ഇത്ര നേരം മഴ പെയ്തിരുന്ന ഒരു ഫീലിൽ മഴ പെയ്യുന്ന പോലെ പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്തു. എന്താണെന്നുള്ളത് കാർത്തിക് കുട്ടി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അത്ര പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, നന്നായിരുന്നു. വാക്കിംഗ് എനിക്കിഷ്ടമായി. വാക്കിങ്ങിൽ ആദ്യത്തതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ. ഇനി നെക്സ്റ്റ് വാക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് അത് ബെറ്റർ ചെയ്യണം. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഒരു കുട്ടിയായിട്ട് ഇവിടെ തിരിച്ചു പോകണം കേട്ടോ. ഓക്കെ, പോയില്ലേ? ഇനി അത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഇനിയും ഒരുപാട് ദിവസം ഞങ്ങൾക്ക് കാണാൻ കഴിയണം കാർത്തിക് കുട്ടിയെ. ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി കാർത്തിക് കുട്ടിയെ. കുറുമ്പിയാണല്ലേ? ഇടയ്ക്കിടയ്ക്കുള്ളൂ. അത് എപ്പോഴൊക്കെ ഉണ്ടാവുക? എപ്പോഴൊക്കെയാ കുറുമ്പ് കാണിക്കുക? വീട്ടില് ചിലപ്പോ എൻ്റെ ഏട്ടന് ചിലപ്പോ രണ്ടാളും കുറുമ്പ് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് അടിക്കും, ഫൈറ്റ് ചെയ്യും, അതൊക്കെ ചെയ്യാറുണ്ട്. ആരാ? ചേട്ടനുമായിട്ടല്ലേ? നല്ല വികൃതിയാ, സ്കൂളിൽ എത്തിയാലും വികൃതിയാ ചിലപ്പോ. അപ്പൊ മോൾക്ക് അതിൽ നിന്ന് മോചനം വെറുപ്പിക്കൂലേ? അമ്മനോട് പറയും. അപ്പൊ അമ്മ എന്ത് പറയും? എൻ്റെ ഏട്ടന് നല്ല സ്പോട്ട് കിട്ടി, അടിച്ച് നല്ല അടി കിട്ടും ചേട്ടൻ. അടി കിട്ടുമോ? ചേട്ടൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th ഡിവിഷൻ ഡിയാ. 7D പഠിക്കുന്ന ചേട്ടൻ മോളുമായിട്ട് വികൃതി കാണിക്കുവോ? നല്ല അടി കൊടുക്കണമല്ലോ അല്ലേ? പിന്നെ ഞാനും വികൃതി കാണിക്കും ചിലപ്പോ. അപ്പൊ പിന്നെ രക്ഷയില്ല, രണ്ടാളും വികൃതി. നിങ്ങൾ രണ്ടുപേരും ബാലൻസിങ് അല്ലേ? അതുകൊണ്ട് ഞാൻ കരുതി ഇനി ചേട്ടൻ അടുത്ത പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ നല്ല അടി കൊടുക്കാമല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ മോളും വികൃതി കാണിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അടി കൊടുക്കട്ടെ? പാവാണല്ലേ? ഓക്കെ. അമ്മ അടിക്കുന്ന ഓക്കെ. വളരെ ഇഷ്ടം. ഉമ്മ തരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് മാറ്റും, തൊടാനും പറ്റില്ല. ആണോ? ഓ. എന്തായാലും ഞങ്ങൾ ഇനി ചെയ്യുന്നില്ല. ചേട്ടനായിട്ട് അന്വേഷിച്ചു എന്ന് പറയട്ടാ. അമ്മ അടിക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലേ? ഞങ്ങൾ ആരെങ്കിലും അടിച്ചാൽ കുഴപ്പമില്ല, അടിക്കും. ഓക്കെ. അമ്മയായിട്ട് വഴക്കടിക്കാറുണ്ടോ? വഴക്ക് ചെയ്യ. എന്ത് വഴക്കാ മോള് ചെയ്യാ? എന്ത് കുറുമ്പോ അമ്മയുടെ അടുത്ത് കാണിക്കുക? അറിയില്ല. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയണം കാർത്തിക് കുട്ടിയുടെ. ഇവരൊക്കെ ചോദിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം കാർത്തിക് കുട്ടിയുടെ അടുത്ത് കേട്ടോ. അപ്പോൾ എനിക്ക് ചോദിച്ചു, ഇനി എന്തെങ്കിലും എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ വീണ്ടും ചോദിക്കൂട്ടാ. എല്ലാം പറഞ്ഞു തരണേ. പിന്നെ അടുത്ത നേരത്തെ പറഞ്ഞില്ലേ ഹൽവ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, സത്യമാണോ? കൊണ്ടുവന്നിട്ടുണ്ടോ ഹൽവ? അതറിയില്ല. കൊണ്ടുവന്നിട്ടില്ല അല്ലേ? അറിയില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഹൽവ തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ നല്ല മാർക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓക്കെ. ആദ്യം സാറിൻ്റെ അടുത്ത് ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കരമായിട്ട് വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇനിയിപ്പോൾ പേടിയില്ലല്ലോ? ഇല്ല. ഇനിയിപ്പോൾ തകർക്കൂലേ അവരുടെ അടുത്ത്? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത തകർപ്പൻ ഡാൻസിലേക്ക് പോയാലോ? ടാലന്റ് റൗണ്ടിലെ ഡാൻസ് ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഡാൻസ്. സിംഗിങ്, കളറിങ്, മോഡലിങ്. ഡാൻസ് ഒക്കെ ഇഷ്ടമാണല്ലേ? അപ്പോ ഡാൻസ് നന്നായിട്ട് കളിക്കും. ഞാൻ സാറ് നന്നായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ അടുത്ത റൗണ്ടിൽ അവർ നോക്കട്ടെ നന്നായിട്ടാണോ കളിക്കുന്നതെന്ന്. റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ഡാൻസ് റൗണ്ടിലേക്ക് പോവാമെന്നൊന്ന് പറഞ്ഞേ. അടുത്തത് നമുക്ക് ഡാൻസിലേക്ക് പോവാം. ഓക്കെ. ಮಾಣಿನಂಗರೆ ವಿರಜಪೇಟ ಡೊಂಡುಗೆ
ഇത് ഏതമ്മച്ചിയായി വന്ന് നിൽക്കുന്നേ? കണ്ടസ്റ്റൻ്റ് അമ്മച്ചിയാണോ? ആണോ? ഒരു ചട്ടയും മുണ്ടൊക്കെ ഇട്ടൊരു അമ്മച്ചിയുടെ രൂപത്തിൽ വന്നിട്ട് ഡാൻസ് പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതുപോലേ അല്ല, അങ്ങ് തകർത്ത് പവർഫുള്ളായിരുന്നു. ഒരു പവർഫുൾ ഡാൻസ്. ഒരു ഈ കോസ്റ്റ്യൂം ആരാ ഡിസൈഡ് ചെയ്തത്? അമ്മയാണോ ഡിസൈഡ് ചെയ്തത്? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാർത്തികേയനെ ഇതിൽ കാണാൻ. ഓക്കെ, നമുക്ക് കമൻറ്റ് ചോദിക്കണ്ടേ? ആ, ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് അഭിനയം കൂടി ഒന്ന് കാണണമല്ലോ. എങ്ങനെ കാണിക്കും നമ്മൾ? എവിടെ കാണിക്കും നമ്മൾ? ഇവിടെ കാണിക്കാം അല്ലേ, LED വാളിൽ കാണിക്കാം അല്ലേ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കാർത്തിക കുട്ടിയുടെ റീൽസ് റൗണ്ട് കാണാം. അയ്യോ അടപ്പിക്കാം. തിരക്കിലാണ്. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കാടി കത്ത്? ആർക്കാന്ന്? എന്തിനാ ചൂടാവുന്നേ? രഹസ്യമായ കത്താണെങ്കിൽ ആരെങ്കിലും സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കോ? അപ്പൊ നീ രഹസ്യമായി കത്ത് എഴുതാറുണ്ടല്ലേ? എഴുതിയിരുന്നു കല്യാണത്തിന് മുൻപ്. അത് ശരി. 2 പിള്ളേരുടെ തള്ളയായ ശേഷമാണോ നീ സത്യം എന്നോട് തുറന്നു പറയുന്നത്? നിന്നെ ഡൈവേഴ്സ് ചെയ്യും. അയ്യോ, പ്രേമലേഖനൊന്നുമില്ല. പിന്നെ എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാന്നുള്ള വംതിയിലേക്കാ രഹസ്യം എഴുതിയിരുന്നത്. അതാണോ? ഇനി എന്നെ ഡ്രൈവാഷ് ചെയ്യോ? ഇല്ല, ഇന്ദു മതി, ഇംഗ്ലീഷും മതി. താങ്ക്സ്. ഈ കത്ത് വീട്ടിലേക്കാ. ഇക്കുറി വിഷുവിന് ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ അറിയിക്കാനാ. വിഷുവിന് നീ വീട്ടിൽ പോകുന്നില്ലേ? ചെയ്ത് മോശമല്ലേ ഇന്ദു? ചേച്ചിമാരും പോണില്ല, അമ്മാവനെ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ടാന്ന്. കഴിഞ്ഞ ഓണത്തിന് നീ പോയില്ല, ഈ വിഷുവിനെങ്കിലും ഇത് പോയി കിട്ടുന്ന വിചാരിച്ചേ. ആഹാ, അപ്പൊ ഞാൻ പോയി കിട്ടണല്ലേ? മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ് രണ്ടും ഒന്ന് തന്നെയാ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബിന്ദു പണിക്കർ ചേച്ചി തകർത്ത് അഭിനയിച്ചൊരു സീന അഭിനയിച്ചല്ലേ? അത് മോൾക്ക് പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇടയ്ക്ക് ചിരി പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഒരു ഭാര്യനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നമുക്ക് കമൻറ്റ് ചോദിക്കാം. ഓക്കെ, നമുക്ക് പൂജ മാമിനോട് ചോദിക്കാം. മാം, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞി കാർത്തികയുടെ പെർഫോമൻസ്? ചെല്ലക്കുട്ടി ചക്രക്കുട്ടിയായിട്ട് കളിച്ചു കേട്ടോ. ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഡാൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്തൊരു എനർജിയാണ്, കണ്ണുകൊള്ളാതിരിക്കട്ടെ. അടിപൊളിയായിട്ട് കളിച്ചു, നല്ല രസമുണ്ടായിരുന്നു, നല്ല തക്കടുമായിട്ടുണ്ടായിരുന്നു. ആക്ട് ചെയ്തത് കോമഡി ആയിരുന്നു, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു. മോൻ്റെ ക്യൂട്ട്നെസ് വെച്ചിട്ട് അസാധ്യമായിട്ട് ചെയ്തു. ഡാൻസ് ആണ് എനിക്ക് പിന്നെയും പറയാൻ തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര ലെവൽ ഓഫ് എനർജി ആയിരുന്നു. ചക്രക്കുട്ടി നന്നായിട്ട് ചെയ്യും കേട്ടാ. ഓക്കെ കാർത്തിക, നല്ല കമൻസ് കിട്ടിയല്ലേ? ആക്ടിങ്ങും ഡാൻസും എല്ലാവർക്കും ഇഷ്ടമായി. സന്തോഷമായോ? സന്തോഷമായല്ലേ? ഭയങ്കര സന്തോഷമായോ? ഓക്കെ, ഇനി അപ്പോൾ ഈ സന്തോഷത്തിൽ അടുത്ത റൗണ്ട് എങ്ങനെയാ ചെയ്യാൻ പോകുന്നേ? ജഡ്ജസിനെ സന്തോഷിപ്പിക്കോ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യും? എനർജിയിലല്ലേ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? കാർത്തിക, ഇതെന്ത് ചിറകാണോ? ബട്ടർഫ്ലൈയുടെ ഒരു ലോക്കറ്റ് ഒക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ കുട്ടിയാണോ ഈ വന്ന് നിൽക്കുന്നേ? ആണോ? ചിരി വരുന്നല്ലേ? നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോദ്യം ചോദിക്കാൻ പറയാം. ആരോട് പറയും? ആൻ മരിയ മാം. ചെല്ലക്കുട്ടി വിളിയൊക്കെ എന്തോന്ന്? ഹലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെല്ലക്കുട്ടീനെ. ഞങ്ങൾ ഇന്ന് രാവിലെ ഒരുപാട് സംസാരിച്ചു അല്ലേ? ഞങ്ങൾ ഫ്രണ്ട്സായി അല്ലേ? നല്ല ഫ്രണ്ട്സ് അല്ലേ നമ്മളിപ്പം? യെസ്. എന്ത് രസമാണെന്നറിയോ കാണാൻ. ഉടുപ്പാരാ സെലക്ട് ചെയ്തേ? മമ്മ. എന്ത് രസമാണെന്നറിയോ, ശരിക്കും ഒരു പ്രിൻസസിനെ പോലെ ഉണ്ട്.
ശരിക്കും ഒരു മാലാകക്കുട്ടി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കുഞ്ഞു ക്വസ്റ്റ്യനാ. യെസ്. അമ്മയല്ലേ മോളുടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നത്, ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നേ? ആണോ? എന്തൊക്കെ ഫുഡുകൾ ഉണ്ടാക്കി തരും? ചോറുണ്ടാക്കും രാത്രി. പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വാങ്ങിക്കുമ്പോൾ ചോറൊന്നും ഇല്ലാതെ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിക്കും, ചിക്കൻ ബിരിയാണി വാങ്ങിക്കും, അങ്ങനത്തെ വാങ്ങിക്കും. ഓക്കെ. പപ്പ ഇവിടെ ഉണ്ടോ, നാട്ടിലുണ്ടോ? ഓ. പക്ഷെ പുറത്തുനിന്നാണല്ലേ ഫുഡ് അല്ലേ, അങ്ങനെയല്ലേ? അമ്മ കുക്ക് ചെയ്യുന്ന കുറവാണോ? കുറച്ചല്ലേ? ഒരു ദിവസം ചെല്ലക്കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കുഞ്ഞി പനി വന്നു. അപ്പം ചെല്ലക്കുട്ടി എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അമ്മേനെ സഹായിക്കുമോ, എന്തെങ്കിലും ചെയ്യുമോ? മമ്മിക്ക് മരുന്ന് കൊടുക്കും, റൂമൊക്കെ ക്ലീൻ ആക്കും, മമ്മ ഹാപ്പി ആവാൻ ഡ്രോയിങ് ചെയ്ത് കൊടുക്കും. ആണോ? ഗുഡ് ഗേൾ. ഇത്രയൊക്കെ ചെയ്യല്ലേ, അത് മതി. ഒരമ്മയ്ക്ക് അത്രയും മതി. ഒരമ്മയ്ക്ക് മോള് അടുത്തിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സമാധാനമാണ്, സന്തോഷമാണ്. ഇനിയും അമ്മേനെ ഇങ്ങനെ നോക്കണം കേട്ടോ. യെസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലവ് യു മുത്തേ. ഓക്കെ, കാർത്തിക്കുട്ടി ഇവിടെ കൊണ്ടുവന്നത് ആരാ ഈ ഷോയ്ക്ക്? ആരാ കൊണ്ടുവന്നേ മോനെ? അമ്മയാണോ കൊണ്ടുവന്നേ? അച്ഛനാ ശരിക്കും കൊണ്ടുവന്നേ അല്ലേ? ഇപ്പൊ പഠിപ്പിച്ചതൊക്കെ ആരാ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ? മമ്മ. മമ്മയും പപ്പയും ആണ് അപ്പൊ ഇവിടെ കൊണ്ടുവന്നേ അല്ലേ? അപ്പോ അവർക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ടാവില്ലേ ഇപ്പോ? അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? അപ്പൊ ഇതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ ഇനിയും പല പല വേദികളിലായിട്ട് കൊടുക്കണം. റെഡിയാണോ? ഓക്കെ, വലിയ ആക്ട്രസ് ഒക്കെ ആയിട്ട് മാറണം കേട്ടോ. ഓക്കെ, അപ്പൊ സുന്ദരിക്കുട്ടി വന്നതിന് നന്ദി. താങ്ക് യു. നമ്മുടെ കാന്താരികളുടെ പെർഫോമൻസുകൾ ഉണ്ട്, ജഡ്ജസ് ഒക്കെ ചിരിച്ചിരിക്കുകയാണ്. സോ അവർക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് കൊടുത്താലോ? വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം. ഇത് നിങ്ങളുടെ സുന്ദരിക്കുട്ടി സീസൺ 5. പഴയകാല സ്ത്രീ പരിവേഷങ്ങൾക്ക് എന്നും മാറ്റും പവറും അഴകും കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞ് പവറാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം തപസ്യ ഷൈജു. ഹായ് തപസ്യക്കുട്ടി, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഈ പഴയ സിനിമകളില്ലേ, തറവാടുകളിലൊക്കെ ഉള്ള സിനിമകൾ, അപ്പോൾ അതിലെ ശ്രീവേദ്യ മാം ഒക്കെ ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയൊക്കെ? അതുപോലെയൊക്കെ ഉണ്ട്, ഒരു സിനിമാ നടിയെ പോലും ഉണ്ട്. കുട്ടി, മോൻ എവിടെ നിന്നാ വരുന്നേ? കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. വെറുതെ അല്ല അപ്പോൾ ആ ഒരു പവർ അല്ലേ? കണ്ണൂരുകാരിയായിട്ടുള്ള തപസ്യക്കുട്ടി, കണ്ണൂർ എന്തൊക്കെയുണ്ട് കാണാൻ? കണ്ണൂർ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ബീച്ച് ഉണ്ട്, പാർക്ക് ഉണ്ട്, ഒരുപാട് സ്കൂളുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവിടെ എവിടെ പോകാനാണ് ഏറ്റവും ഇഷ്ടം? സ്കൂളിൽ പോകാനാണ്. പാർക്കും ബീച്ചും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടിക്ക് സ്കൂളിൽ പോകാനാണ് ഇഷ്ടം. അതെന്താ? സ്കൂളിൽ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സ്കൂളിൽ കുറേ എൻജോയ്മെന്റ് ഒക്കെ ആവുമല്ലേ അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ട്? ഓക്കെ, എന്തായാലും അടിപൊളി. അപ്പോൾ എൻജോയ് ചെയ്തിട്ടാണോ? ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തിരുന്നോ? അല്ലേ? പ്രാക്ടീസിന്റെ ടൈമിലൊക്കെ എൻജോയ് ചെയ്താണോ എല്ലാ കാര്യങ്ങളും പഠിച്ചത്? അതെ. അപ്പം നമുക്കെന്നാ ആദ്യത്തെ റൗണ്ടിൽ പോയാലോ? അതെങ്ങനെ ഉണ്ടാവും? എൻജോയ്മെന്റ് മാത്രമേ നടന്നുള്ളൂ അല്ലെങ്കിൽ പഠനവും നടന്നോ എന്നൊക്കെ നോക്കണ്ടേ? ഓക്കെ, അപ്പം നമുക്ക് തപസ്യക്കുട്ടിയുടെ ആദ്യ റൗണ്ട് ആയിട്ടുള്ള ട്രാം വോക്ക് റൗണ്ട് കാണാം. ഹായ് തപസ്യ. ഹായ് തപസ്യക്കുട്ടി,
നല്ല ഭംഗിയുണ്ട്, നല്ല തേജസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു. നല്ല രസവും ഉണ്ടായിരുന്നു വോക്കൊക്കെ ചെയ്യുന്നത് കാണാൻ കേട്ടോ. കൂടുതൽ ജഡ്ജസ് പറയും. നമുക്കതിന് മുമ്പ് എങ്ങോട്ട് പോകണം? ഇൻട്രഡക്ഷൻ പറയണം. റെഡി അല്ലേ? ഓക്കെ, അപ്പം നോക്കി പറഞ്ഞോളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തപസ്യ. കേരളത്തിലെ ചെറിയ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ മീങ്കുള ക്ഷേത്രത്തിനടുത്തായ കണ്ണാടിപ്പൊയിൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ചട്ടോട് SKV UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചിയും അമ്മമ്മയും ഞാനും എല്ലാവരും കൂടിയ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെത്. എൻ്റെ ഹോബീസ് ഡാൻസിങ്, മോഡലിംഗ്, കരാട്ടെ, ആക്ടിങ്. എനിക്ക് വലുതാകുമ്പോൾ ഒരു ടീച്ചറും അതോടൊപ്പം ഒരു നടിയാവാനുമാണ് ഇഷ്ടം. കാരണം കുട്ടികളെ പഠിപ്പിക്കാനും സുന്ദരിയായി നടക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ സുന്ദരിക്കുട്ടി സീസൺ 5 എല്ലാത്തിൻ്റെയും തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് പൂജ മാമിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിരി മിന്നി. ടീച്ചർ ആവാനാണ് ഇഷ്ടം, സുന്ദരിയായിട്ട് നടത്താൻ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ നമുക്ക് പൂജ മാമിനോട് ചോദിക്കാം അല്ലേ? അതുകൊണ്ട് കമൻറ്റ്. ഓക്കെ മാം. ഹായ് തപസ്യ കുട്ടി. ഹായ്. ആക്ച്വലി ടീച്ചർ ആവാനാണ് ഇഷ്ടം, അതേപോലെ സുന്ദരിയായി നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ പോലെ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. നമ്മുടെ അപ്പിയറൻസ് എപ്പോഴും ബെറ്ററായിട്ട് എല്ലാവർക്കും ഗ്രേസ് കൊടുക്കുന്ന വിധത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്. അതേപോലെ നോളജ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നതും അത് നല്ലൊരു ഡ്രീമാണ്. മോളുടെ ലുക്ക് എന്ത് രസമാണ് കാണാൻ. ഞാൻ അപ്പം തൊട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ രാജാരവിവർമ്മയുടെ പെയിൻറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ കാണുന്ന പ്രിൻസസ്സുകളൊക്കെ ഇല്ലേ? യു ലുക്ക് ലൈക്ക് ദാറ്റ്. ലൈക്ക് അപ്പിയറൻസിൽ കോസ്റ്റ്യൂമും അതേപോലെ ഓർണമെൻറ്റ്സും എല്ലാം പെർഫെക്റ്റ് ആണ്. മോളുടെ ഫേസിന് പറ്റിയ ഒരു ലൈക്ക് ആ ജുംക എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ദ വേ യു സ്പോക്ക് എവറിത്തിങ് ഇസ് സോ ഗുഡ്. കീപ് ഗോയിങ് ഡ, സോ ഗുഡ്. താങ്ക് യു. ഓക്കെ, നല്ല കമൻറ്റ് കിട്ടിയല്ലേ? നല്ല രസമായിട്ട് ഓക്കെ ചെയ്തു. നല്ല ഭംഗിയുള്ള കുട്ടിയാന്ന് എല്ലാവരും പറയുന്നത് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഇങ്ങനെ ഒരു മലയാള തനിമയോട് കൂടിയാണോ വരാൻ പോകുന്നത് ഡാൻസിൽ? അതെ. എന്ത് ഡാൻസാണ് കളിക്കുന്നത്? സിനിമാറ്റിക് ആണ് കളിക്കുന്നത്. സ്പീഡാണോ? സ്പീഡ് ഡാൻസ് ആണോ അല്ലെങ്കിൽ ക്ലാസിക്കലാണോ? സ്പീഡ് ട്രാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി സ്പീഡ് ട്രാക്കുമായിട്ട് നമ്മുടെ തപസ്യ കുട്ടി വരുന്നതാണ്. రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఏ రసిక రాజువో మరి నా దాసు బావ నీతో ఎప్పుడింత కిరికిరి ఆ కుర్చీని మాట్లాడబెట్టి
തപസ്യ. ഒരു ഇങ്ങനെ ഒരു പൂത്തിരി ഇങ്ങനെ കത്തില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കാണാൻ. ഒരു പൂത്തിരി പെർഫോമൻസ് വിത്ത് സ്മൈൽ. ഇങ്ങനെ ചിരിച്ച് മയക്കി നല്ല അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിച്ചത്. ഓക്കെ, അങ്ങനെ ആസ്വദിച്ച് കളിച്ചു അല്ലേ മോൻ? ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത കമൻറ്റ് ചോദിക്കണം നമുക്ക്. അതിനു മുമ്പ് എന്ത് കാണണം? റീൽസ് കാണണം. റെഡിയല്ലേ? നന്നായിട്ട് അഭിനയിച്ചിട്ടില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ജഡ്ജസ് നമ്മുടെ തപസ്യക്കുട്ടിയുടെ റീല് നമുക്കൊന്ന് കാണാം. ഇതിനിപ്പോ പരിഹാരം ഒന്നേ ഉള്ളൂ. എന്നോടൊന്നും തോന്നരുത്. ഞാൻ വന്നു കയറിയ പെണ്ണ. ഏത് കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാലും അത് വന്നു കയറിയ പെണ്ണിന്റെ തലയിലായിരിക്കും. പക്ഷേ നിക്കിത് പറയാതെ വയ്യ. നീ എന്തിനിങ്ങനെ വളച്ചു കിട്ടുന്ന കാര്യം പറയേ? നമുക്കിവിടുന്ന് മാറി താമസിക്കാൻ സാധുവേട്ടാ. മാറി? നീ എന്തായി പറയണേ? ഒരു ഭാര്യയ്ക്കും അവളുടെ ഭർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാവണത് സഹിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോവാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ എനിക്ക് പറ്റണില്ല. എല്ലാരും പെട്ടെന്ന് ഇപ്പൊ മാറുക പറഞ്ഞ എന്റെ കയ്യിലിപ്പോ സതുവേട്ടൻ വിചാരിച്ച നടക്കും. നമ്മുടെ ഇല്ലായ്മകളും പോരായ്മകളും നമ്മൾ മാത്രം അറിഞ്ഞ പോലെ. നമുക്ക് ചോദിച്ചാലോ? ചോദിക്കാൻ റെഡിയാണോ ജഡ്ജസിൻ്റെ അടുത്ത്? ചോദിച്ചേക്കാം അല്ലേ? ഓക്കെ, ജഡ്ജസ് ആരായിരിക്കും നമ്മൾക്ക് കമൻറ്റ് തരിക? ആൻമരിയ മാമിനോട് ചോദിക്കാം അല്ലേ? ആൻമരിയ മാം, ഞങ്ങളുടെ തപസ്യക്കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡാൻസ് പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? തപസ്യക്കുട്ടി നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു, നല്ല ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സോങ് സെലക്ഷൻസും നന്നായിരുന്നു. കോസ്റ്റ്യൂം എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൽ കാണുന്ന പോലെയല്ല റീല് കണ്ടപ്പം. ശരിക്കും ഞങ്ങൾ 3 പേരും പറയായിരുന്നു ഡിഫറെൻറ്റ് ലുക്കാണ്. ശരിക്കും വേറൊരാൾ എന്താ പറയുക, നല്ല ഒരു ആക്ട്രസ്, മെച്യൂർഡായിട്ടുള്ളൊരു ആക്ട്രസ്, ശരിക്കും ആക്ട്രസ് ആണെന്ന് തന്നെ അതിനകത്ത് തോന്നിപ്പിക്കും. പിന്നെ ഒരു ചെറിയൊരു കറക്ഷനുണ്ട്. മോൾ ആക്ടിങ് എല്ലാം നന്നായിരുന്നു, പക്ഷേ ലിപ്പ് മൊമെൻറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും എന്താ പറയുക, നല്ല കമൻസ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. നന്നായിട്ട് ചെയ്തു. ഓൾ ദി വെരി ബെസ്റ്റ്. ഫൈനലല്ല, ടോപ്പ് ലെവലിൽ എത്തണം, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇതിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതെ, കാബി ചേച്ചിയുടെ അതേ ലുക്സിൽ, ഏകദേശം അതേ ലുക്സ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു പെൺകുട്ടിയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആക്ടിങ് റീലിൽ. അപ്പോൾ എന്തായാലും നന്നായി, നല്ല രസമുണ്ട്. ചെറിയ 1-2 തെറ്റുകൾ പറഞ്ഞല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അടുത്ത റൗണ്ടിൽ പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. എന്താ നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് അറിയാമോ? എന്താ അടുത്ത റൗണ്ട്? വെസ്റ്റേൺ റൗണ്ടാണ്. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്നൊക്കെ മാറി ഇനി ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് നമ്മൾ ജഡ്ജസിൻ്റെ മുമ്പിൽ വരാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തപസ്യക്കുട്ടിയുടെ വെസ്റ്റേൺ റാംബോ കാണാം. തപസ്യക്കുട്ടി ഒരു പാർട്ടി വെയറിലൊക്കെ അങ്ങ് തിളങ്ങുവാണല്ലേ വന്നിട്ട്. അതിൽ റാംബോക്കൊക്കെ ചെയ്തു. ഇനി നമുക്കുള്ളത് എന്താ? Q&A സെക്ഷനാണ്. നമുക്ക് ആരോടാ ചോദ്യം ചോദിക്കുക പറയേണ്ടത്? സലാം സാറിനോട് ചോദിക്കാം അല്ലേ? സലാം സർ, പ്ലീസ് മോൾക്കൊരു ചോദ്യം കൊടുക്കാമോ?
തപസിക്കുട്ടി, കേട്ടില്ലേ ഞാൻ വിളിച്ചത്? കേട്ടു. എന്താ മറുപടി പറഞ്ഞില്ലല്ലോ? 7th പഠിക്കുന്നേ? ഞാൻ ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞൊരു കുട്ടി, ഒരു കണ്ടസ്റ്റന്റിനെ ആദ്യമായിട്ട് കാണാൻ അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളിൽ പോകുന്നതല്ലേ? അല്ലേ? വേറെ ആരും അത് പറഞ്ഞില്ല. സ്കൂളിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞത്. എല്ലാവരും പറയുക സ്കൂളിൽ പോകണ്ട, സ്കൂളിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ പിള്ളേരുടെ ഇടയിൽ തപസ്യ എന്തായാലും ഡിഫറെൻ്റാണ്. പിന്നെ ഡാൻസ് നല്ല പവർഫുള്ളായിരുന്നു, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. പിന്നെ ആ ചെയിൻ സോങ്സിൻ്റെ ഒക്കെ ഗജനിയിലെ പാട്ടും ഗോസ്റ്റ് ഹൗസും പിന്നെ ഇലുമിനാറ്റി, അങ്ങനെ 4 സോങ് ഉണ്ടായിരുന്നു അല്ലേ ടോട്ടലി? എല്ലാം വളരെ ഡിഫറെൻ്റായിട്ടും വളരെ പവർഫുള്ളായിട്ടും ചെയ്തു. അത് വളരെ ഇമ്പ്രസീവായിരുന്നു. പിന്നെ എല്ലാറ്റിനും ഒരു സ്മൈൽ കീപ്പ് ചെയ്തിരുന്നു. അത് മോളുടെ വലിയൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂപ്പർ സോങ് സെലക്ഷൻ, പിന്നെ സ്മൈലിംഗ്, എനർജി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സ്പീഡിലായിരുന്നു കാര്യങ്ങൾ. പ്രത്യേകിച്ച് കരാട്ടയൊക്കെ പഠിക്കുന്ന ആളാണ് അല്ലേ? കരാട്ട ഏത് ബെൽറ്റാന്നാ പറഞ്ഞേ? പർപ്പിൾ ബെൽറ്റ്. ഓക്കെ. നടിയാവാൻ ആഗ്രഹം, ടീച്ചർ ആവാൻ ആഗ്രഹമാണ് അല്ലേ? ഓക്കെ. എന്തായാലും നല്ല ആഗ്രഹങ്ങളൊക്കെയാണ്. പിന്നെ എനിക്കിപ്പോൾ ഫൈനൽ റൗണ്ടിലെ വാക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറയുക, നന്നായിരുന്നു. അത് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരത്തെയും നല്ലതായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ഈ ഔട്ട്ഫിറ്റിലെല്ലാം നന്നായിരുന്നു ടോട്ടലി. അപ്പോൾ ഞാൻ ചോദ്യമൊന്നും ചോദിക്കുക, നിങ്ങളോടൊക്കെ ഇപ്പോൾ എന്ത് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു പഴയൊക്കെ തറവാടുകളിലൊക്കെ ആണെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ കുടുംബമൊക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നത് നമുക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് അമ്മമാരൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് മോളും ചിലപ്പോൾ അനിയത്തിയില്ലേ, ചേച്ചിയും മോളും മാത്രം ഇരിക്കുന്ന ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയൊരു ഗസ്റ്റ് വരികയാണ്. നിങ്ങൾ എന്തൊക്കെയായിരിക്കും പെട്ടെന്ന് അമ്മയുടെ ആബ്സെൻസ് ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ എന്തൊക്കെയായിരിക്കും ആ ഗസ്റ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? ഫസ്റ്റ് കോഫി ഉണ്ടാക്കി കൊടുക്കും, പിന്നെ സ്നാക്സ് കൊടുക്കും, പിന്നെ കുറച്ചു നേരം സംസാരിക്കും, പിന്നെ എന്തൊക്കെയായിരിക്കും? അത് ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച്. ഇപ്പോൾ മോളുടെ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവരോട് കളിക്കും അല്ലേ? മറ്റുള്ള മുതിർന്ന ആളുകളാണെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫുഡോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കണോ എന്ന് ചോദിക്കും. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അല്ലേ? പിന്നെ പെട്ടെന്ന് വാഷ്റൂമിൽ പോകേണ്ടി വരും, അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ബേസിക് സാധനങ്ങൾ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ തന്നെയാണ് അല്ലേ? നമ്മൾ പ്രായമുള്ള സ്വന്തം പ്രായത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് അടിപൊളി, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ മുതിർന്നവരൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് പാനിക്കാവും അല്ലേ? പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അല്ലേ? അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു വെപ്രാളുണ്ടാവും. അതൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് കറക്റ്റായിരുന്നു. കോഫി കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ വെറുതെ അറിയാൻ വേണ്ടിയിട്ട് ചോദ്യമൊന്നുമല്ല കേട്ടോ, ചോദ്യോത്തരമൊന്നുമല്ല. ഇത് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും. മോള് പെർഫെക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞ്. ഓൾ ദി ബെസ്റ്റ് മോളെ. തപസിക്കുട്ടി, സന്തോഷമായില്ലേ ഇവിടെ വന്നിട്ട്? ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. നല്ലൊരു ആക്ട്രസിൻ്റെ മുഖമുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ ജഡ്ജസ്? അപ്പോൾ അത് നന്നായിട്ട് ഇനിയും അഭിനയമൊക്കെ പരിശീലിക്കണം. അതിൽ കുറച്ചുകൂടി ട്രെയിനിങ് ഒക്കെ നേടിയിട്ട് വലിയ സിനിമയിലൊക്കെ വലിയ ആളാവട്ടെ. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് പറയാലോ, അതേ ഞങ്ങളുടെ സുന്ദരിക്കുട്ടിയിൽ വന്ന തപസ്യക്കുട്ടിയാണ് അത് എന്നൊക്കെ പറയാലോ. ഓക്കെ, അങ്ങനെ പറയാൻ ഇടവരത്തില്ലേ? ഓക്കെ, ഒക്കെ പരമാവധി ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. കേരളത്തിലെ സുന്ദരി കുട്ടികളുടെ മത്സരങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിന് വിട പറയാനുള്ള സമയമായി. സുന്ദരിക്കുട്ടി സീസൺ 5 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.